ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്. വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിപ്പില്ല. ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം. നമ്മുടെ മുഹമ്മദ് ഗസ്നിയുടെ ഇന്ത്യൻ ആക്രമണങ്ങളായത് ഈ പുസ്തകം. മനസ്സിലായോ? ഇതൊന്ന് വായന നമ്പിയാരെ രക്തം തിളയ്ക്കും. അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ അല്ല ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമ്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി തുണിവെക്കി നോക്കുക, ഉടനെ വെട്ടുക. മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ മുതൽ അവൻ മരിച്ച് അവനിലേക്ക് അല്ലാഹുവിലേക്ക് ചെല്ലുന്ന നിമിഷം വരെ അവൻ എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധ പുസ്തകമാണ് ഖുർആൻ. അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ഇസ്ലാം മതവിശ്വാസി. അവൻ ഒരിക്കലും മോശമാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവൻ ഒരിക്കലും വർഗീയവാദിയാവാൻ. കേരളത്തിലെ എല്ലാ മുഴുവൻ ഓഫീസുകളും സെക്രട്ടേറിയറ്റ് ഇവിടെ മുസ്ലിം കയ്യേറി. ഇവിടെ ഈരാറ്റിവിടെ വില്ലേജ് ഓഫീസ് ചെന്നു, 3 എണ്ണം മുസ്ലിങ്ങളാ. ഇവിടെ ക്രിസ്ത്യാനി വേണ്ട, ന്യൂനപക്ഷമല്ലേ? ഇവിടുത്തെ വിശ്വകർമ്മചര്യം ന്യൂനപക്ഷമല്ലേ? ഇവിടുത്തെ പട്ടികജാതി പട്ടികവർഗം വേണ്ടേ? എല്ലാം വേണ്ടെന്ന്, എല്ലാം പോട്ടെ, ഞങ്ങൾ മുസ്ലിങ്ങൾ മതി. ഇത് മര്യാദയാണോ? കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോവല്ലേ ഇത് വർഗീയ കോമരങ്ങളാണ് ഇവന്മാർ. ഞാൻ പച്ചയ്ക്ക് പറയുന്നു, എനിക്കൊരു മടിയില്ല ഇത് പറയാം. ഞാൻ അത് മസ്റ്റാണ്. സക്കാത്ത് കൊടുത്തിരിക്കണം. സക്കാത്ത് കൊടുക്കാത്തവൻ ഇസ്ലാമാണെന്ന് പറഞ്ഞ് റോഡിൽ ഇറങ്ങണ്ട. അത് തന്നെയല്ല സക്കാത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒളിച്ചു വെക്കണ്ട, ദീർഘിപ്പിക്കുന്നില്ല. ഇന്ത്യക്കെതിരായിട്ട് വർത്താനം പറയുക. ഇവരൊക്കെ പാകിസ്ഥാൻ ഉണ്ടാക്കിയല്ലോ, പോകുന്നില്ലല്ലോ. പിന്നെ വർത്താനം പറയുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ പച്ചയ്ക്ക് വർത്താനം പറയുന്നത് അല്ല, കുളിച്ചു കച്ചവടമൊന്നും എനിക്കില്ല. ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവനാ, സത്യം പറയും. ഞാൻ ആരും തിന്നാനൊന്നുമില്ല. ഞാൻ എങ്ങനെ വർഗീയവാദികളാവും എനിക്കറിയില്ല. നിന്റെ ഇടത്തും വലത്തും മുമ്പിലും പറയലൊക്കെ 40 കുടുംബം 160 വീട് നോക്കാൻ പറഞ്ഞപ്പോ അതിനകത്ത് മുസ്ലിമാണോ നോക്കാൻ പറഞ്ഞില്ല. ആ കുടുംബങ്ങൾ, ആ കുടുംബത്തിൽ ആര് താമസിച്ചാലും ആരാണ് അവിടെ വസിക്കുന്നതെങ്കിലും അവൻ ഭക്ഷണം കഴിക്കാതെ നീ കഴിക്കരുതെന്ന് പറയുക. നീ സക്കാത്ത് കൊടുക്കണം. അന്ത്യപ്രസംഗത്തിൽ വളരെ ശക്തമായി പറഞ്ഞ് അഞ്ചയ്ക്ക് വർത്താനം പറയുന്നത് അല്ല, കുളിച്ചു കച്ചവടമൊന്നും എനിക്കില്ല. ഞാൻ ശരിയായിട്ട് ജീവിക്കുന്നവനാ, സത്യം പറയും. ഞാൻ ആരും തിന്നാനൊന്നുമില്ല. ഞാൻ തിന്ന പേടിപ്പിക്കാനും എന്നെ പറയണ്ട. ഞാൻ പച്ചയ്ക്ക് കാര്യം പറയുന്നവൻ. അതുകൊണ്ട് പറയുക, നീ അങ്ങ് പോണേ, എല്ലാം പോണേ, പാകിസ്ഥാനിലേക്ക് പോണേ. എളുപ്പമുണ്ടല്ലോ. എന്തിനു പോയി കിടന്ന് ഞങ്ങളെ ഉദ്ധരിക്കുന്നു? ഞങ്ങൾ ഇവിടെ ജീവിക്കട്ടെ. അതാ എനിക്ക് പറയാനുള്ളത്. ഞാൻ ഉംറയ്ക്ക് പോവാണ്. ഉടനെ വലിയ സന്തോഷം പലർക്കും. പക്ഷേ ഉംറയ്ക്കൊന്നും നമ്മളെ ഒന്നും അങ്ങോട്ട് കേറ്റൂല. വല്ലത്താണ് കേറാൻ പറ്റൂല.